ഉരുൾപൊട്ടലിൻ്റെ വേദന ആറും മുമ്പ് തന്നെ അടുത്ത് വരാൻ പോകുന്ന വലിയ സംഭവമാണ്, അല്ലെങ്കിൽ വയനാട് നേരിടാൻ പോകുന്ന വലിയ സംഭവമാണ് ഉപതെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി വയനാട് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അദ്ദേഹം പക്ഷേ വയനാട് മണ്ഡലത്തെ ഉപേക്ഷിച്ചു. പകരം പ്രിയങ്ക ഗാന്ധിയാണ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് മത്സരിക്കുന്നതെന്ന് അറിയാം. കോൺഗ്രസ്സിന് അപ്പോൾ സ്ഥാനാർത്ഥിയായി. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് ഇനിയും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. മറ്റ് മണ്ഡലങ്ങൾ, അതായത് ഇനിയും ഉണ്ട് 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന മണ്ഡലങ്ങൾ. അത് നിയമസഭാ മണ്ഡലങ്ങളാണ്. ഒന്ന് പാലക്കാടും ചേലക്കരയും. പാലക്കാട് ഷാഫി പറമ്പിലും ചേലക്കരയിൽ കെ രാധാകൃഷ്ണനുമായിരുന്നു നിലവിലെ സാരഥികൾ. അവർ രണ്ടുപേരും പാർലമെൻറ്റിലേക്ക് പോയി കഴിഞ്ഞു. അവിടെ ഇനി ആരാകും? ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ 4-2 എന്ന തരത്തിലായിരുന്നു. കാരണം ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയം സുനിശ്ചിതമാക്കിയത് നമ്മുടെ ഇടതുമുന്നണി സർക്കാരായിരുന്നു, അല്ലെങ്കിൽ പിണറായി സർക്കാരായിരുന്നു. അതായത് 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെയായിരുന്നു സ്ഥിതിഗതികൾ. ആകെ ആരിഫ് മാത്രമാണ് ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോയത്. മറ്റ് എല്ലാ ആളുകളും തോറ്റ് തുന്നമ്പാടി. അപ്പോഴാണ് പാലാ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. കോൺഗ്രസിൻ്റെ, അതായത് വലതുമുന്നണി UDFൻ്റെ കോട്ടയായിരുന്ന അവിടെ ചെങ്കൊടി പാറിച്ചാണ് തിരിച്ച് കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിയത് പിണറായി സർക്കാർ, അല്ലെങ്കിൽ ഇടതുമുന്നണി. അതുപോലെ കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ ഇത്തവണ പിണറായി സർക്കാരിന് ആയിട്ടില്ല. ഈ 2 ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിലൊക്കെയും 2ലും തോറ്റ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. UDFനാണ് കാര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്നത്. ഇനി വരാൻ പോകുന്ന ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ, ഒന്നിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും. അപ്പോൾ വയനാടിൻ്റെ കാര്യത്തിൽ തീരുമാനം ഏകദേശമായി. വയനാട് എന്തു വന്നാലും പാർലമെൻറ്റ് സീറ്റിലേക്ക് പ്രിയങ്ക ഗാന്ധി തന്നെ വിജയിക്കുമെന്നൊരു ധാരണ പൊതുവേ ഉണ്ട്. പിന്നെ വയനാട് ഇടതുമുന്നണി നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അത് സർക്കാർ ഒന്നടങ്കം നടത്തുന്നതാണ്. ആ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് രാഷ്ട്രീയം ഇല്ല, രാഷ്ട്രീയമാനം കൽപ്പിക്കേണ്ടതേയില്ല. അല്ലെങ്കിൽ വർഗീയമായി ചില ആളുകൾ, ചില സംഘടനകൾ ചിലതൊക്കെ ചെയ്യുന്നെങ്കിലും അതിനൊന്നും ആ മാനദണ്ഡത്തിലല്ല എടുക്കേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. അതൊരു സർക്കാരിൻ്റെ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ സർക്കാർ ചെയ്യുന്നതാണ്. അതിന് ഇലക്ഷനുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അതൊന്നും വോട്ടിനെ ബാധിക്കുകയില്ല എന്ന് തന്നെ വേണം കരുതാൻ. കരുതാനല്ല, അതാണ് ശരിയും. അതുകൊണ്ട് വയനാടിൻ്റെ കാര്യത്തിൽ മാറ്റമില്ല. എന്നാൽ പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് UDFനും അതുപോലെ തന്നെ LDFനും. പാലക്കാട് BJPയുടെ സാന്നിധ്യം വളരെ ശക്തമാണ്. ചേലക്കരയിൽ ആ ശക്തിയില്ല. പാലക്കാട് അറിയാം, പാലക്കാട് ഇടതുമുന്നണിയെ പിന്നാക്കം പായിച്ച് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കളഞ്ഞ് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് BJP. VK ശ്രീകണ്ഠനും A വിജയരാഘവനും മത്സരിക്കുന്ന സമയത്ത് A വിജയരാഘവൻ്റെയും VK ശ്രീകണ്ഠൻ്റെയും ഒക്കെ സ്ഥാനം കൃത്യമായി അറിയാം. BJPക്ക് എത്രമാത്രം വോട്ട് ലഭിച്ചുവെന്ന്. അപ്പോൾ ഇത്തവണയും BJPയുടെ നില മെച്ചപ്പെടുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള സാധ്യത പ്രബലമായ മുന്നണികൾക്ക് ഉണ്ട് എന്നൊരു നിരീക്ഷണമുണ്ട്. കാരണം BJP ശക്തമാണ് പാലക്കാട്. ചേലക്കരയിൽ അങ്ങനെയല്ല. BJP ഇപ്പോഴും 3ാം സ്ഥാനത്ത് തന്നെയാണ്. അതുകൊണ്ട് ചേലക്കരയിൽ BJPയുടെ ശക്തിയെ ആരും അങ്ങനെ വളരെ വലിയ ശക്തിയായി, അല്ലെങ്കിൽ ശക്തമായ പോരാട്ടം BJP കാഴ്ചവെക്കുമെന്നൊരു നിഗമനമോ അല്ലെങ്കിൽ ഒരു കണക്കുകൂട്ടലൊന്നും ആരും കാണുന്നില്ല. എങ്കിലും ഈ തെരഞ്ഞെടുപ്പുകൾ ഒരു ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് വേദി തന്നെ ആയിരിക്കും. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, ഒന്ന് നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലും അതുപോലെ തന്നെ BJP 2ാം സ്ഥാനത്തെത്തി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ 2ാം സ്ഥാനത്താണ് BJP. മറ്റ് പല നിയമസഭാ മണ്ഡലങ്ങളിൽ നോക്കുമ്പോൾ കുറച്ച് വോട്ട് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ 1ാം സ്ഥാനത്തെത്തും BJP. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ, അതായത് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും, പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ BJP സ്ട്രൈക്ക് ചെയ്യും. BJPയുടെ വോട്ടിംഗ് പാറ്റേൺ, BJP എങ്ങനെയാണ് മുന്നേറുന്നത് എന്നത് വളരെ വലിയ ഘടകമാണ്. BJPക്ക് ഒരു സീറ്റ് ഇപ്പോൾ ലഭിച്ചുവെങ്കിൽ, അതായത് സുരേഷ് ഗോപിക്ക് ഒരു സീറ്റ് ലഭിച്ചു. ആ സുരേഷ് ഗോപിക്ക് ലഭിച്ച സീറ്റ് പാർട്ടിയുടെ വളർച്ചയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് അവർ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഓഗസ്റ്റ് 29-ന് പാലക്കാട് സമന്വയ ബൈഠക്കൊക്കെ നടക്കുന്നുണ്ട്. RSSൻ്റെ സുഭാഷ് BJPയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. BJPയുടെ എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ചിരുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം പിന്മാറി
പിന്മാറാൻ കാരണം ഇവരുടെ ഗ്രൂപ്പ് അടിയാണ്, തമ്മിലടി കാരണമാണ് പിന്മാറിയത്. ഇനിയും തമ്മിലടിയൊക്കെ മാറ്റിവെച്ച് ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെയെങ്കിൽ ഒരു രണ്ടാം സ്ഥാനം, അതായത് കോൺഗ്രസിനും CPM-നും ഇടയിൽ മൂന്നാം മുന്നണിയല്ല, ഒരു രണ്ടാം മുന്നണിയായിട്ടൊക്കെ BJPക്ക് കേരളത്തിൽ വരാൻ അധികം സമയമൊന്നും വേണ്ട. കാരണം പലയിടത്തും BJP ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുണ്ട്. അത് ഒരു ഔദ്യോഗികമായി കുറച്ചുകൂടി വോട്ടുകൂടി നേടി വിജയം എന്ന ഔദ്യോഗിക വിജയം അത് ലഭിക്കുകയാണെങ്കിൽ BJP വരും ഈ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ. അതിന് ഈ രണ്ട് മുന്നണികൾ, ഇടത് വലത് മുന്നണികൾ എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. അതുപോലെ തന്നെ BJPയുടെ തമ്മിലടി എത്രത്തോളം കുറയും എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. ഏതായാലും വയനാട്, പാലക്കാട്, ചേലക്കര ഈ ഉപതെരഞ്ഞെടുപ്പുകൾ ഈ ഇരു മുന്നണികൾക്കും, പ്രത്യേകിച്ച് UDF LDF മുന്നണികൾക്കും അതുപോലെ തന്നെ BJPക്കും ഒരു രാഷ്ട്രീയ ബലപരീക്ഷണമായിരിക്കും. അവിടെ ഈ വയനാട് ഉരുൾപൊട്ടൽ, അവിടെ ചെയ്ത നന്മകൾ, നല്ല പ്രവൃത്തികൾ, ഇതൊന്നും കച്ചവട സാധ്യത ഉള്ള സംഭവമല്ല. കാരണം വയനാടിനെ ഞങ്ങളെടുത്ത് കച്ചവടം ചെയ്യും എന്ന് CPM വിചാരിക്കുകയാണെങ്കിൽ അത് പാളിപ്പോക്കും. കാരണം ഞങ്ങൾ കൊടുത്തു, ഞങ്ങളിത് ചെയ്തു, ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്ന് പറയുകയാണെങ്കിൽ നാണക്കേടായി പോവും CPM-ന്. കാരണം അത് ചെയ്യേണ്ട കടമ സർക്കാരിന് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും ഞങ്ങളത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിക്കാൻ പോകുകയാണെങ്കിൽ നാണം കെടും. അതായത് ഇപ്പോൾ സെപ്റ്റംബർ ഒടുവിലോ, കാരണം ഓണം വരുന്നു സെപ്റ്റംബർ ഒടുവിലോ അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യത്തെ ആഴ്ചകളിലോ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനാണ് സാധ്യത. ഏതായാലും ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള ആരവം ഉടൻ തന്നെ തുടങ്ങും. വയനാടിൻ്റെ കണ്ണീർ ഉണങ്ങും മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് ആരവത്തിലേക്ക് കേരളം പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.